സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവകളേ മാമുനിമാരേ, സ്നേഹതാരങ്ങളേ, സ്വപ്നങ്ങളേ, പൂക്കളേ, വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. ത്രയംബകം വില്ലൊടിയും മംഗളദുന്ദുഭീനാദവുമായി മിഥിലാപുരിയിലെ മൺകിടാവിനു രാജകലയുടെ വാമാങ്കമേകിയ കോസല രാജകുമാര, സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു, ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. രാഗചൂടാമണി ചെങ്കോൽ തുരും വിലങ്ങെന്തിനു വെറുതെ പതിച്ചു വച്ചു കോസല രാജകുമാര. എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര, എന്നും അസങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ, സീത ഉറങ്ങിയുള്ളൂ. പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പുന്നു ശോകാന്തരാമായണം, ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാഭാസങ്ങൾ, അധർമ്മം നടുങ്ങുന്ന മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. അമ്മേ
സർവം സഹയാ അമ്മേ രത്നഗർഭയാ അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു പുണർന്നെടുക്കൂ സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. ആനും ധനം ദം ദദ ആനും ധനം ദദ ആനും ദം ധനം ആനും ദം ധനം ദ ആനും ധനം ദം ദദ ആനും ധനം ധനം ദദ ആനും ദം ധനം ആനും ദം ധനം ദ ആനം ധനം ദം ദദ ആനം ധനം ദം ദദ ആനം ദം ദാനം ദം ദ. അബി എന്തോ യുവർ ചോയ്സ് റൗണ്ടില് കറക്റ്റ് ആയിട്ട് ജുബയൊക്കെ ഇട്ട് നിന്റെ ട്രാക്ക് പിടിച്ചല്ലേ? എന്താ തോന്നുന്നു? നീ വേർത്തു പോയല്ലോടാകെ. അത് 7 മിനിറ്റിന്റെ പാട്ടാണ്. നിന്റെ ചോയ്സ് അല്ലേ? മക്കളെ സാറാ അല്ല സെമി ഫൈനലൊക്കെ ആയില്ലേ, അപ്പൊ കുറച്ചുകൂടെ ഫൈനലാകുമ്പോ നീ ഇതായിരിക്കുമല്ലോ സാർ. സെമി ഫൈനൽ ഒരു ഗുമ്മിന് ഞാൻ എടുത്തിട്ട് വന്നതാ സാർ 7 മിനിറ്റിന്റെ പാട്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? കുഴപ്പമില്ല, പാടി നന്നായിട്ട് പാടി, സൂപ്പർ. ചോദിക്കാം. സൂപ്പർ സ്റ്റാറിന്റെ ലാലേട്ടെന്ന് പറഞ്ഞു അവൻ സെമി ഫൈനലിൽ ലാലേട്ടന്റെ പാട്ട് തന്നെ യുവർ ചോയ്സിൽ കൊണ്ടുവരുന്നത് അല്ലേ? ഓക്കെ, ശരത് സാർ. മക്കളെ എന്തോ സാർ? നല്ല പാട്ട് മോനെ. അത് സെലക്ഷന് നിനക്ക് ഞങ്ങൾ 100 മാർക്ക് വാരിക്കോരി തരുന്നു. താങ്ക് യു സാർ. കാര്യം പിന്നെ ഈ ഒരു പാട്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാട്ടവിടെ നിൽക്കട്ടെ, ഈ മോഹൻലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. സത്യം. ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും അത് ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് അത് അത്രയും ടാലൻറ്റഡ് ആയിരുന്നാലും നമുക്കതൊരു അത്ഭുതമാണ്. നമുക്ക് നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കാണ്. അതെന്താ അസാധ്യമായിട്ട് ചെയ്തേക്കുന്നത്, ഇത്ര കഥാപാത്രങ്ങൾ. അതുപോലെ ഈ ഒരു ഫിലിം തന്നെ, അയ്യോ ഈ പാട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത് ആദ്യം. അസാധ്യം. വി ലവ് ലാലേട്ട, വേറൊന്നും പറയാൻ, ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു മക്കളെ. അപ്പം നല്ല പാട്ട്. അപ്പം എനിക്ക് ആകെ ഉള്ള ഒരു ഡൗട്ട്, ആ വില്ലൊടിഞ്ഞത് എങ്ങനെയായിരുന്നു എന്നാണ്. എങ്ങനെയാടാ? പഠിക്കും. ത്രയംബകം വില്ലൊടിയും വില്ലൊടിയും വില്ലൊടിയും. അതിൻ്റെ ഇടയ്ക്ക് ഒരു നീ എന്താ ഒരു നോട്ട് കേൾക്കുന്നുണ്ട്, അതില്ല അതില്ല. വില്ലൊടിയും വില്ലൊടിയും. വെരി ഗുഡ്. വില്ലൊടിയും. അത്രേ ഉള്ളൂ. അങ്ങനെ വേണം വില്ലൊടിക്കാൻ. നമ്മൾ പാടുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള സ്വരങ്ങൾ വേണ്ടേ? സനി പകരി അതേ ഉള്ളെങ്കിൽ സനിത എന്നൊരു ദൈവത അവിടെ ചുമ്മാതാ, അത് ശരിയാവോ? പിന്നെ രാഗ ചൂടാമണി അതൊന്ന് പാടാമോ? രാഗ ചൂടാമണി ചെങ്കോൽ തുരുമ്പിലങ്ങെന്തിനു വെറുതെ. വെറുതെ എന്താണ്? വെറുതെ പതിച്ചു വെച്ചു. വെറുതെ കുറച്ചും കൂടെ ക്ലാരിറ്റി കൊണ്ടുവരാമോ? അതല്ലാതെ വെറുതെ ആയിപ്പോവും. അതാണ് തൊട്ട് അത് തൊട്ട് പാടിക്കോ. രാഗ ചൂടാമണി.
രാഗചൂടാമണി ചൂടാമണി രാഗ ചൂടാമണി അല്ലടാ ചൂടാമണി. രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു. അതിനൊരു ക്ലാരിറ്റി വേണം മോനെ കേട്ടോ. ശരി സർ. എങ്കിലല്ലേ അത് പതിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? എടാ ചക്കരെ, അതുപോലെ എന്നും ആ സങ്കല്പ അതൊന്ന് പാടാമോ? എന്നും ആ സങ്കൽപ്പ നന്നായിട്ടുണ്ട്, ആസ്വദിച്ചൂടെ? പാദപത്മങ്ങളിൽ 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 ബാക്കിയും കൂടെ പാടിക്കോ. തല ചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ. പിന്നെ രാമശിലയായി ആ സ്ലിപ്പില്ലാതൊന്ന് പാടാമോ? അധർമ്മം നടുങ്ങുന്ന മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തുവോ. അത് കറക്റ്റായിട്ട് പാടാനാ പറഞ്ഞത്. രാമശിലയായി കറുത്തുവോ. ശരി, ഇപ്പോഴാ കറുത്തത് അത്. മക്കളെ, അതുപോലെ അമ്മേ എന്ന് തുടങ്ങുന്നത് അതിന്റെ എന്താണ് നോട്ട്? അമ്മേ ആണോ? പിന്നെ അങ്ങോട്ടുള്ള എങ്ങനെയാ? സർവം സഹയാം അമ്മേ രത്നഗർഭയാം അമ്മേ ത്രേതായുഗത്തിൻ. അതല്ല ഓക്കെ മോനെ. അതുപോലെ ഈ സുമുഹൂർത്തമാ അതങ്ങോട്ട് ചേരണം കൂട്ടാ. അത്രേ ഉള്ളൂ മക്കളെ, ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു ശരത് സർ. ചേച്ചി അഭിനവ്, എന്തോ മാം? തളർന്നോ? ഏകദേശം പാടി വേർത്തു. 7 മിനിറ്റിന്റെ പാട്ട് എടുത്തുകൊണ്ടൊരു 10 മിനിറ്റ് കറക്ഷൻ. നല്ല പാട്ട്, നന്നായി പാടി. ഫൈനലിലേക്ക് നേരെ ഇവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ട് വിടാന്ന്. ഫൈനലിലേക്ക്. മോനെ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടോ? എത്ര വർഷമായി? ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുത്തി. അതാ എപ്പോഴായിരുന്നു ആ ഗ്യാപ്പ്? ഇതില് വന്നതിന് ശേഷം. അപ്പൊ ഒരു വർഷമായിട്ട് ഗ്യാപ്പ്. ഒരു വർഷമായിട്ട് ഗ്യാപ്പാ? മോനെ പഠിക്കണം കേട്ടോ. ആ പഠിത്തം നിർത്തരുത്, അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 7 മിനിറ്റിന്റെ പാട്ടാണെങ്കിൽ പോലും ആ പാട്ട് മോനെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ കൊണ്ടുവന്നത്. അത് പാടാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമല്ലേ ഇവിടെ കൊണ്ടുവന്നത്. നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. പിന്നെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾക്കത് അറിവ് ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ഈ പാട്ട് പാടുമ്പോൾ ദൈവതം നമ്മൾ അവിടെ ഇങ്ങനെ മാറ്റി വേറൊരു കസേരയിൽ ഇരുത്തും. എന്നിട്ട് അതിനെ നമ്മൾ കൂടെ കൂട്ടില്ല അല്ലേ? അപ്പൊ അത് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനും ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ആണ് ശരിക്കും ഈ ഒരു പാട്ട് ഇവിടെ ഇങ്ങനെ സർജറി നടക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് അല്ലേ? പേടിക്കൊന്നും വേണ്ട, നന്നായി പാടൊക്കെ ചെയ്തുകൊണ്ട് മാർക്ക് കുറയ്ക്കൊന്നുമില്ല, നല്ല ഫുൾ മാർക്സ് കിട്ടുന്നതായിരിക്കില്ല. ചേച്ചി അഭിനവ്, ഇതില് മോൻ പാടിയത് കറക്ഷൻസ് ഒക്കെ അവര് പറഞ്ഞു. ഇതിനകത്ത് ഞാനും ഇതൊക്കെ തന്നെയാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ, മോൻ ഈ ഡൈനാമിക്സ് കൊടുക്കുന്നില്ലേ, ചില ഭാഗങ്ങൾ നമ്മൾ കുറച്ച് ഇമോഷൻസ് കൂടുമ്പോഴത്തേക്ക് ആ ഇമോഷൻസ് കൂടുന്ന സമയത്ത് മോൻ അങ്ങ് വോയിസ് അങ്ങ് കുറച്ച് കളയുന്നു, അതിൻ്റെ ഒരു ലെവൽ അങ്ങ് കുറച്ച് കളയുന്നു. അത് ആ ത്രേതായുഗത്തിൻ്റെ അവിടെ ഇല്ലേ, അത് തുടങ്ങിയപ്പോൾ നല്ല ഫോഴ്സിൽ പാടിയിട്ട് അതിനെ മുകളിൽ കുറച്ചൊരു ഇമോഷൻ വരുന്നുണ്ട് അവിടെ, അത് പെട്ടെന്ന് അങ്ങ് ഡിമ്മായി പോയി. അപ്പം അങ്ങനെ ഡൈനാമിക്സ് കൊടുക്കുമ്പോഴത്തേക്ക് വല്ലാത്ത വ്യത്യാസത്തിൽ ചെയ്യരുത്. നമുക്ക് കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് അയ്യോ ശബ്ദം കുറഞ്ഞതാണോ എന്നുള്ള ഫീലിംഗ് വരും. ഓക്കെ, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എന്ത് ശ്രദ്ധിക്കണേ ഇനി? മൊത്തത്തിൽ ഇതിലും ഭേദം ഇതാരുടെ ചോയ്സാ? യുവർ ചോയ്സ് റൗണ്ട് അല്ലേ? യുവർ ചോയ്സ്, സ്വന്തം ചോയ്സ് ആണോ? ആണോ? ആ ചോയ്സിന് ഞാനൊരു വലിയൊരു കൈയടി തരുന്നു. കാരണം ആ ചോയ്സ് നമുക്ക് ഉള്ളിൽ നമ്മൾ അത്രയും പഠിച്ചിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അതെടുക്കാൻ കാണിച്ചല്ലോ ഒരു ധൈര്യം. ഗുഡ് മോനെ. ഇനി മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുക, ഇടയിൽ വെച്ച് ഈ ഗ്യാപ്പൊക്കെ ഇവിടെ വന്നതുകൊണ്ട് ഗ്യാപ്പ് ഇല്ലാണ്ടാവരുത്, കൂടായിരുന്നു വേണ്ടത്. അത് മ്യൂസിക്കിന്റെ വേദിയല്ലേ? ഓക്കെ,
അപ്പം നന്നാവട്ടെ ഇനി. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഹരിച്ചേട്ടാ അഭിനവേ എന്തോ സാർ? നന്നായിട്ട് പാടി അഭിനവ്. താങ്ക് യു സാർ. ആദ്യം തന്നെ ഇതുപോലൊരു ഹെവി പാട്ടെടുത്ത് കൊണ്ടുവന്ന് പാടിയില്ല, അതിനൊരു കയ്യടി അഭിനവിന്. താങ്ക് യു സാർ. സെമി ഫൈനലിൽ ഞാൻ പൊളിക്കും. അതെ. ശോ, എൻ്റെ അമ്മേ. എന്തായാലും യുവർ ചോയ്സ്. അതുകൊണ്ട് നിനക്കൊന്നും ആരും പറയാനും പറ്റില്ല. നീ ഇത് എന്താ പറയുക, ഏറ്റെടുത്ത് നീ പണി മേടിച്ചതാണ്. എന്നാലും രസമായിട്ട് പാടി മൊത്തത്തിൽ. കാരണം ഇതൊരു പെട്ടെന്നൊന്നും പാടി അങ്ങനെ പാടാൻ പറ്റിയൊരു പാട്ടല്ല. നല്ല പ്രിപ്പറേഷനും ഒരു കർണാട്ടിക് നോളജൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ പാടാൻ പറ്റും. ഇതിലുള്ള എല്ലാ ശരത്തേട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു, അതൊന്ന് പാടോടാ. ആത്മനിവേദനമറിയാതെ എന്തിന് മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു എന്നാണോ? വലിച്ചെറിഞ്ഞു. അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അത് 2 പ്രാവശ്യം പാടി റിപ്പീറ്റ് പാടിയപ്പോഴും സെയിം തിങ് ആയിരുന്നു. ത്രേതായുഗത്തിന്റെ അതൊന്ന് പാടാം. അല്ല, അവിടെ വേറൊരു നോട്ട് വരുന്നുണ്ട്. നോട്ട്സ് പാടാവോ? നീയാണ് മോന് വലുതാവുന്നത്. അതെ, എന്നാണ് പാടുന്നത്. അത്രേ ഉള്ളു. ആ നിഷാദ് മാത്രം നോക്കിയാൽ മതി മോനെ. ആ നോട്ട് നേരത്തെ മോൻ പാടിയപ്പം ഷാർപ്പായിരുന്നു. വലിയ നീയാ പാടിയത് കേട്ടോ. പിന്നെ എന്താ പറയാ, മോൻ പാടിയപ്പോ ലാലേട്ടനാണ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നത്. അതിന്റെ വിഷ്വലും ഇതിലെ താനമൊക്കെ, അതായത് ഒരു സിംഗറിന് ഓക്കെ, ഒരു ആക്ടറിന് എങ്ങനെ ഈ താനമൊക്കെ ആലോചിച്ച് ഇതൊക്കെ ഒരു ആക്ടറിന് എങ്ങനെ അതിശയമാണ്. അതൊരു അദ്ദേഹത്തെ ആലോചിക്കും. ശരിക്കും അദ്ദേഹം പാടിയ സമയത്ത്, അതായത് അഭിനയിച്ച സമയം, അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് മോൻ പാടിയപ്പോൾ. അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട് ഈ ഒരു മൊമെന്റില്. ലാൽ സാർ, യു ഓൾ ലവ് യു. മൊത്തത്തിൽ രസമായിട്ട് തന്നെ പാടി. ഇനി കർണാട്ടിക് കുറയ്ക്കാം കേട്ടോ. ഇനി ഗ്രാൻഡ് ഫിനാലിലുള്ളൂ സാർ. ഓക്കെ, അപ്പൊ ഇനി ഓക്കെ ശരത് സാർ. മക്കളെ, എന്തോ സാർ? കാര്യം നിന്റെ ഒരു എന്താ പറയണ്ട, ഒരു കഠിനാധ്വാനത്തിന് നമ്മൾ മാനിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ 8.6 മാർക്സ്. താങ്ക് യു സാർ. അഭിനവ്, എന്തോ മാം? എനിക്ക് അഭിനവിന്റെ ആ ഒരു വാശി ഉണ്ടല്ലോ, ഒരു സിംഗർ ആവണം എന്നുള്ളൊരു വാശി, അതും ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ എടുത്തു കൊണ്ടുവന്ന് പരിശ്രമിക്കുന്നുണ്ടല്ലോ. 8.8. താങ്ക് യു മാം. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അഭിനവ്. താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 17.4. ഓക്കെ.